ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് സമർപ്പിക്കുന്നതിന് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാനെയും 2 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി ദൂരദർശൻ മുൻ പ്രോഗ്രാം ഡയറക്ടർ ശ്രീ ബൈജു ചന്ദ്രനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കഥേതര വിഭാഗം പ്രത്യേക ജൂറി പരാമർശം വാർത്താ ഛായാഗ്രാഹകൻ ഷാജു ചന്തപുര. ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ശ്രീ ഷാജു ചന്തപുരയെ ക്ഷണിക്കുന്നു. പ്രത്യേക ജൂറി പരാമർശം വാർത്താ ഛായാഗ്രാഹകൻ ഷാജു കെ.വി. പരിപാടി പാറക്കുളങ്ങൾ ഇല്ലാതാകുമ്പോൾ. ജൈവ സംരക്ഷണത്തിൽ പാറക്കുളങ്ങളുടെ ആവശ്യകത ഊന്നിപ്പറയുന്ന വാർത്തയ്ക്ക് വേണ്ടി ഒരാവാസ വ്യവസ്ഥയെ സമഗ്രമായി പകർത്തിയ ഛായാഗ്രഹണ മികവിന് 10 വർഷത്തിനിടെ കൃഷ്ണകേസരമടക്കം 20-ലധികം പുതിയ ചെടികൾ പാറക്കുളങ്ങളുടെ ആവാസ കേന്ദ്രങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ടെന്ന കാര്യം. പ്രത്യേക ജൂറി പരാമർശം കറന്റ് അഫയേഴ്സ് ആങ്കർ കെ.ആർ. ഗോപികൃഷ്ണൻ. ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ശ്രീ കെ.ആർ. ഗോപികൃഷ്ണനെ ക്ഷണിക്കുന്നു. പ്രത്യേക ജൂറി പരാമർശം കറന്റ് അഫയേഴ്സ് ആങ്കർ കെ.ആർ. ഗോപികൃഷ്ണൻ. പരിപാടി ഫൈനൽ റൗണ്ടപ്പ്. റഷ്യയുടെ ആക്രമണത്തിൽ ഉക്രൈനിൽ കുടുങ്ങിപ്പോയ മലയാളി വിദ്യാർത്ഥികളുടെ ദുരവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്ന വിധത്തിലും അവർക്ക് ആത്മവിശ്വാസം പകരുന്ന വിധത്തിലുമുള്ള അവതരണ മികവിന്. ആ സമയങ്ങളിൽ നിങ്ങൾ ബങ്കറിലായിരിക്കും അല്ലേ? പ്രത്യേക ജൂറി പരാമർശം അഭിമുഖകാരൻ ദീപക് ധർമ്മടം. ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ശ്രീ ദീപക് ധർമ്മടത്തിനെ ക്ഷണിക്കുന്നു. പ്രത്യേക ജൂറി പരാമർശം അഭിമുഖകാരൻ ദീപക് ധർമ്മടം. പരിപാടി നയം വ്യക്തമാക്കി കോടിയേരി. കോടിയേരി ബാലകൃഷ്ണൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ വ്യക്തി ജീവിതത്തെയും രാഷ്ട്രീയ ജീവിതത്തെയും സൗമ്യവും ആധികാരികവുമായ ചോദ്യങ്ങളിലൂടെ അനാവരണം ചെയ്ത അഭിമുഖ മികവിന്. ഈ ഒരു സമ്മേളന ചരിത്രത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഒരു സമാധാനപരമായ പ്രക്ഷുബ്ധ അന്തരീക്ഷം പാർട്ടിക്കകത്ത് ഇല്ലാത്തൊരു സമ്മേളനമാണ് എറണാകുളം. പ്രത്യേക ജൂറി പരാമർശം ജീവചരിത്ര ചിത്രത്തിന്റെ സംവിധായിക പ്രിയ രവീന്ദ്രൻ. ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ശ്രീമതി പ്രിയ രവീന്ദ്രനെ ക്ഷണിക്കുന്നു. പ്രത്യേക ജൂറി പരാമർശം ജീവചരിത്രം സംവിധാനം പ്രിയ രവീന്ദ്രൻ. പരിപാടി ലളിതം സൗമ്യം ഗാന്ധിമാർഗം. ഗാന്ധിയൻ പി ഗോപിനാഥൻ നായരുടെ പ്രചോദനാത്മകമായ ജീവിത ശൈലിയും സാമൂഹിക ഇടപെടലുകളും ചരിത്രപരമായി രേഖപ്പെടുത്തിയ സംവിധാന മികവിന്. മനുഷ്യരോട് നിരന്തരം ഗാന്ധിയുടെ ദർശനങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ആദർശബദ്ധരും സമർപ്പിത മനസ്സുള്ളവരുമായ ഒരു യുവതലമുറയെ വളർത്തിയെടുക്കാൻ തന്റെ ജീവിതത്തിന്റെ കഥേതര വിഭാഗം അവാർഡുകളാണിനി. മികച്ച അഭിമുഖകാരൻ. ഇത്തവണ ഈ അവാർഡ് 2 വ്യക്തികൾ പങ്കിട്ടിരിക്കുന്നു. ആദ്യം ശ്രീ N.P. ചന്ദ്രശേഖരൻ. 5000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും ഏറ്റുവാങ്ങാൻ ശ്രീ N.P. ചന്ദ്രശേഖരനെ ക്ഷണിക്കുന്നു. മികച്ച ആങ്കർ ഇന്റർവ്യൂവർ കറന്റ് അഫയേഴ്സ് N.P. ചന്ദ്രശേഖരൻ. പരിപാടി അന്യോന്യം. ഗൗരവം ഒട്ടും ചോർന്നു പോകാതെയും പ്രസക്തമായ ചോദ്യങ്ങൾ ഉന്നയിച്ചും കോടിയേരി ബാലകൃഷ്ണനുമായി തത്സമയ അഭിമുഖം നടത്തിയ മികവിന്. പ്രതിപക്ഷ ആശയങ്ങൾ വളരെ തീവ്രമായി. മികച്ച കോമ്പിയർ ആങ്കർ വാർത്തേതര പരിപാടി ആർ ശ്രീകണ്ഠൻ നായർ. പരിപാടി ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ. വിഷയത്തിന്റെ ഗൗരവം ചോർന്നു പോകാതെ വളരെ സരസവും അനായാസവുമായി അവതരിപ്പിക്കുന്ന മികവിന്. തുഞ്ചൻ സ്മാരകം എന്നൊരു സങ്കല്പം ജനങ്ങളിലേക്ക് എത്തുന്നതിനും തുഞ്ചൻ സ്മാരകം മോടി പിടിപ്പിക്കുന്നതിനും എഴുത്തച്ഛന്റെ സംസ്കാരം ജനങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിനും MD വഹിച്ച പങ്കിനെ നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ല. മികച്ച വാർത്താവതാരക അനൂജ രാജേഷ്. 15000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും ഏറ്റുവാങ്ങാൻ ശ്രീമതി അനൂജ രാജേഷിനെ ക്ഷണിക്കുന്നു. മികച്ച വാർത്താ അവതാരക അനുജ രാജേഷ്. പരിപാടി ഉച്ചവാർത്ത വാർത്താ സന്ധ്യ. വാർത്തകളെ വ്യക്തവും സ്പഷ്ടവും അനായാസവുമായി അവതരിപ്പിക്കുന്ന മികവിന്. KSRTCയെ പൊതുമേഖലയിൽ നിലനിർത്തുക എളുപ്പമല്ലെന്നും കോർപ്പറേഷനെ സ്വയംഭരണാധികാരമുള്ള 3 ലാഭകേന്ദ്രങ്ങളായി വിഭജിക്കുമെന്നും ചിന്താവാരികയിൽ എഴുതിയ ലേഖനത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. മികച്ച ന്യൂസ് ക്യാമറാമാൻ സന്തോഷ് S. പിള്ള. 10000 രൂപയും. മികച്ച വിദ്യാഭ്യാസ പരിപാടി
സംവിധാനം രാഹുൽ കൃഷ്ണ KS, നിർമ്മാണം ഏഷ്യാനെറ്റ് ന്യൂസ്. സംവിധാനത്തിനുള്ള 10,000 രൂപയും പ്രശസ്തിപത്രവും ശില്പവും ഏറ്റുവാങ്ങാൻ ഏഷ്യാനെറ്റ് ന്യൂസിന് വേണ്ടി നിർമ്മാണത്തിനുള്ള 15,000 രൂപയും പ്രശസ്തിപത്രവും ശില്പവും ഏറ്റുവാങ്ങാൻ ശ്രീ രാഹുൽ കൃഷ്ണ KSനെ ക്ഷണിക്കുന്നു. മികച്ച എഡ്യൂക്കേഷണൽ പ്രോഗ്രാം പ്രപഞ്ചവും മനുഷ്യനും. സംവിധാനം രാഹുൽ കൃഷ്ണ KS, നിർമ്മാണം ഏഷ്യാനെറ്റ് ന്യൂസ്. നേച്ചർ, സയൻസ് തുടങ്ങിയ അന്താരാഷ്ട്ര ജേണലുകളിൽ വരുന്ന പുതിയ ശാസ്ത്രവിജ്ഞാനങ്ങളെയും കണ്ടെത്തലുകളെയും ലളിതമായി അവതരിപ്പിക്കുന്ന വിദ്യാഭ്യാസ പരിപാടി. അപകടം പതിയിരിക്കുന്ന ആണവ നിലയങ്ങൾ സുരക്ഷിതവുമല്ല.